ഹലോ ആൾ ഇതിൽ നോക്കുന്നത് ഈ സീരീസിൽ നോക്കുന്നത് എന്താ വെച്ചാൽ സി പ്രോഗ്രാമിങ്ങിന്റെ ബേസിക്സുകളാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, സി പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്തത് ഡെന്നിസ് റിച്ചി എന്ന സയന്റിസ്റ്റാണ്. 1972 ബെൽ ലബോറട്ടറീസിലാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അത് ഡെവലപ്പ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി സി പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ അതൊരു പ്രൊസീജിയർ ലാംഗ്വേജ് ആണ്. അതിന്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്. ഇനി സി പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ അതൊരു ഫണ്ടമെന്റൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ഇപ്പൊ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഒക്കെ ഒരു ബേസ് ആണ്. ഓക്കെ, അപ്പൊ സി പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള പ്രോഗ്രാംസുകൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും. സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയെന്ന് വെച്ചാൽ OS, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന്, അതുപോലുള്ള ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്, എംബഡ് സിസ്റ്റം, ഇവിടെയൊക്കെ നമ്മൾ സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സി പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരു കോഡ് എഡിറ്റർ ആവശ്യമാണ്. അപ്പൊ അതിന് നമ്മൾ ഈ സീരീസിൽ യൂസ് ചെയ്യുന്നത് കോഡ് ബ്ലോക്സ് ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെ കോഡ് ബ്ലോക്സ് നമുക്ക് എടുക്കാമെന്ന് നോക്കാം. അതായത് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, അവിടെ നമുക്ക് കോഡ് ബ്ലോക്സ് കൊടുക്കാം. അങ്ങനെ വരുന്ന ഫസ്റ്റ് സൈറ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് സൈറ്റ് കോഡ് ബ്ലോക്സ്, അതിലേക്ക് ജസ്റ്റ് പോവാം. അതിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞത് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണിക്കുന്ന ഡൗൺലോഡ് ദ ബൈനറി റിലീസ്, അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ OS അനുസരിച്ച് നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ വിൻഡോസ് ആയത് കാരണം നമുക്ക് ഇവിടെ വന്ന് ഈ ഫോർത്ത് വൺ കോഡ് ബ്ലോക്സ് MinGV സെറ്റപ്പ് ഇത് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ടത് അതിന്റെ ലൈസൻസ് അഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ കോഡ് ബ്ലോക്സ് നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, കോഡ് ബ്ലോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് പോവാം? ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്ട്. ഇതിൽ നമുക്ക് കൺസോൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ഗോ, ഇത് നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഇവിടെ കാണുന്ന ഫസ്റ്റ് സി എടുക്കാം. സി പറഞ്ഞിട്ടുള്ള മേക്ക് സെലക്ഷൻ സി കൊടുക്കുക. ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് ആ പ്രൊജക്ടിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്ടിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഡയറക്ടറി വേണമെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഡയറക്ടറിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നെക്സ്റ്റ് അടിക്കും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഫിനിഷ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സി നമുക്കൊന്ന് പോയി നോക്കാം. സോഴ്സിൽ പോവാം. ഇതിൽ മെയിൻ സി എന്ന് പറയും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടോ, നമുക്കൊരു മെയിൻ സി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമുക്കൊരു കോഡുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ലിബ് ഇപ്പൊ വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതില് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നൊരു ഫയലുണ്ട്. പിന്നെ ഇവിടെ ഇന്റ് മെയിൻ ഓഫ്, അതിനുള്ളിൽ നമ്മൾ പ്രിന്റ് ഓഫ് ഹലോ വേൾഡ് എന്ന് പറയും. ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്തതാണ്.
പിന്നെ റിട്ടേൺ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻഡ് മെയിൻ ഓഫ് കഴിഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് പ്രൈസ് ഉണ്ട്, ഇവിടെ ഒരു ക്ലോസിംഗ് പ്രൈസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.io.h എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഹെഡർ ഫയൽസ് ആണ്. ഓക്കെ, ഹെഡർ. അപ്പൊ ഇതിലുള്ള ചില കമാൻഡ്സുകൾ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹെഡർ ഫയൽസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സപ്പോസ് ഈ printf എന്ന് പറഞ്ഞാൽ സിയിലുള്ള ഒരു കമാൻഡാണ്. ഈ കമാൻഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാൻഡേർഡ് io.h എന്ന് പറഞ്ഞുള്ള ഫയലിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പൊ ഈ ഫയൽ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് printf എന്നുള്ള ഈ ഫംഗ്ഷൻ വർക്ക് ആവില്ല. ഓക്കെ, ഇനി ഇൻഡ് മെയിൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ മെയിൻ എന്ന് വെച്ചാൽ സി പ്രോഗ്രാമിന്റെ എൻട്രി പോയിന്റ് ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതിലൂടെയാണ് സി പ്രോഗ്രാമിംഗ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ് മെയിൻ. ഇനി ഈ ഇൻഡ് എന്ന് വെച്ചാൽ ഇത് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ്, ഇത് ഇതിന്റെ ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയും. ഡാറ്റ ടൈപ്പാണ് ഇൻഡ്. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഇൻഡ് ടൈപ്പാണ്. ഓക്കെ, നമ്മളിവിടെ പറയുന്ന താഴത്ത് കണ്ടോ റിട്ടേൺ സീറോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ പറയുന്നത് വെച്ചാൽ ഈ മെയിൻ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ഓക്കെ, ഇപ്പൊ സീറോ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഓക്കെ ആണ് എന്ന് സി പ്രോഗ്രാമിംഗ് OSന് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഫൈൻ ആണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് റിട്ടേൺ സീറോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി, ഇത് മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ എൻട്രി പോയിന്റ് ആണ്. ഇൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡാറ്റ ടൈപ്പ് ആണ് എന്താ റിട്ടേൺ ചെയ്യുന്നത്. ഈ printf എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ്. ഓക്കെ, ഈ printf അടങ്ങിയിട്ടുള്ളത് ഈ stdio.h എന്നുള്ള ഫയലിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഇത്രയൊക്കെയാണല്ലോ. ഓക്കെ, ഇനി സ്ലാഷ് എന്ന് വെച്ചാൽ ഇത് ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതെന്താ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാമിനെ ഒന്ന് കമ്പൈൽ ചെയ്യും. ഓക്കെ, അത് നമുക്കിവിടെ നമ്മൾ ബിൽഡിൽ പോയിട്ട് ഒന്ന് ബിൽഡ് നോക്കാം. ഓക്കെ, അത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാം. ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഷോർട്ട് കീസ് കൂടെ പറയുന്നുണ്ട്, Ctrl F9, ഇത് Ctrl F10. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ കണ്ടു, നമ്മുടെ ഹലോ വേൾഡ് ഇവിടെ പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ printf ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാറ്റ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിന്റെ കോപ്പി പേസ്റ്റ് ചെയ്യും. നമുക്കൊരു അടുത്ത സ്റ്റേറ്റ്മെന്റ് പോകാം. ഓക്കെ, Ctrl C Ctrl V അടിച്ചു. ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു വെൽക്കം ടു സി പ്രോഗ്രാമിംഗ്. എന്നിട്ട് നമുക്കൊന്നുകൂടെ ബിൽഡ് ചെയ്ത് നോക്കാം. അപ്പൊ ബിൽഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ഈ ബിൽഡിന്റെ ഇതിലൂടെ യൂസ് ചെയ്യാം. ഇനി ഇവിടെ അല്ലാണ്ട് ഈ മെനുവിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ പോയാൽ ബിൽഡ് തുറക്കും. ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാം. എറേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. നമ്മളൊന്ന് റൺ ചെയ്യുന്നു. ഇപ്പൊ കണ്ടോ, ഹലോ വേൾഡ് വെൽക്കം ടു സി പ്രോഗ്രാമിംഗ് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്നുകൂടെ കോപ്പി ചെയ്യും. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കമാൻഡ് ഇട്ടു, പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, നമ്മളൊന്നുകൂടെ കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു.
നമ്മൾ റൺ ചെയ്യും. ഇപ്പൊ കണ്ടോ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ എന്ത് വന്നു? വെൽക്കം ടു സി പ്രോഗ്രാമിംഗ്, പ്ലീസ് സബ്സ്ക്രൈബ്. പക്ഷെ ഇത് ഒരൊറ്റ ലൈനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതെന്തായിരിക്കും കാരണം? നമ്മൾ ഇവിടെ ന്യൂ ലൈൻ ഹലോ വേൾഡിൽ നമ്മൾ ന്യൂ ലൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തേൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ന്യൂ ലൈൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് സ്ലാഷ് എന്നടിക്കാം. സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ബിൽഡ് ചെയ്യാം. റൺ. ഇപ്പൊ കണ്ടോ ഹലോ വേൾഡ്, വെൽക്കം ടു സി പ്രോഗ്രാമിംഗ്, പ്ലീസ് സബ്സ്ക്രൈബ്. അത് അടുത്ത ലൈനിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പ്രിന്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മളിവിടെ തന്നെ റിട്ടേൺ 0 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, റിട്ടേൺ 0 എന്ന് പറഞ്ഞാൽ ദ പ്രോഗ്രാം ഈസ് ഓക്കെ വിത്തൗട്ട് എറർ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഇൻറ്റീജർ ആണ്. ഇവിടെ നമുക്ക് 1 യൂസ് ചെയ്യാം, പക്ഷെ OSന് മനസ്സിലാവുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ 0 തന്നെ റിട്ടേൺ ചെയ്യാം. ഇതായാലും ഇത് വർക്ക് ചെയ്യും. ബിൽഡ് ചെയ്യാം, റൺ ചെയ്യാം. ഹലോ വേൾഡ്, വെൽക്കം ടു സി പ്രോഗ്രാമിംഗ്, പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് 0 തന്നെ റിട്ടേൺ ചെയ്യാം. അപ്പൊ ഈ പ്രോഗ്രാം ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇതിനടിയിൽ നമ്മൾ എന്ത് കമാൻഡുകൾ എഴുതിയാലും അത് വർക്ക് ആവില്ല. നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് പ്രിന്റ് ഓഫ് അടിച്ചിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്തു. നമ്മളുടനെ ഹായ് എന്ന് പറഞ്ഞു കൊടുത്തു. സേവ്. ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാം. റൺ ചെയ്തു. കണ്ടോ ഹലോ വേൾഡ്, പ്ലീസ് സബ്സ്ക്രൈബ് എന്നേ വന്നിട്ടുള്ളൂ. നമുക്ക് അടിയിലുള്ള ലൈനുകൾ കിട്ടിയിട്ടില്ല. അതിന് കാരണം ഇവിടെ വെച്ചിട്ട് ഈ പ്രോഗ്രാം എക്സിറ്റ് ആയി കഴിയും. അതിന് താഴെയുള്ള ലൈനുകൾ സി പ്രോഗ്രാം കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇനി എനിക്ക് ഈ ലൈനുകൾ നമുക്കൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ പോയിട്ട് 2 സ്ലാഷ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ റീബിൽഡ് ചെയ്തു. റൺ ചെയ്തു. ഇപ്പൊ കണ്ടോ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു, പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു. പക്ഷെ എന്ത് വന്നിട്ടില്ല? വെൽക്കം ടു സി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് കമന്റഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കമന്റഡ് ലൈനുകൾ എന്ത് ചെയ്യില്ല? അതുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ലൈനുകളും നമുക്ക് കമന്റ് ചെയ്യണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, രണ്ടിലൊക്കെ നമുക്ക് സ്ലാഷ് അടിക്കാം. എന്നിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം, ഒന്ന് റൺ ചെയ്യാം. അപ്പൊ ഹലോ വേൾഡ് മാത്രമാണ് പ്രിന്റ് ആവുന്നത്. ഓക്കെ, ഈ മൾട്ടിപ്പിൾ ലൈൻസ് കമന്റ് ചെയ്യണം വെച്ചാൽ നമുക്ക് വേറെ മെത്തേഡുകളുണ്ട്. സ്ലാഷ് അടിക്കാം, ഒരു സ്റ്റാർ അടിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റാർ അടിക്കുക, ഒരു സ്ലാഷ് അടിക്കുക. സേവ് ചെയ്യുക, ഒരൊറ്റ ബിൽഡ് അവിടെ റൺ ചെയ്യുക. കണ്ടോ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് കമന്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി പ്രിന്റ് ഓഫ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഈ ജസ്റ്റ് ഈ ഫയൽ ഒന്ന് നമുക്ക് കമന്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ബിൽഡ് നോക്കാം. അപ്പൊ കണ്ടോ പ്രിന്റ് ഓഫ് ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ ഓഫ് പ്രിന്റ് ഓഫ്, അത് റൺ ആവില്ല. കാരണം അത് ഇവിടെ പറയുന്നുണ്ട് നോട്ട് ഇൻക്ലൂഡ് stdio.h പ്രൊവൈഡ് ദ ഡിക്ലറേഷൻ ഓഫ് പ്രിന്റ് ഓഫ്. ഇപ്പോൾ സിയിലുള്ള ഒരു മെത്തേഡാണ് പ്രിന്റ് ഓഫ്. ഈ മെത്തേഡ്
വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിന്റെ ഹെഡർ ഫയൽ വേണം. ഈ ഫയലിന്റെ ഉള്ളിലാണ് ഇത് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് എറർ കാണിക്കുന്നത്. ഓക്കെ, സേവ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാം. ഒന്ന് റണ്ണാവും. ഇപ്പൊ അത് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്.